ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നിടുന്നത് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ആണ്. അപ്പം അതിനായിട്ട് എന്തുണ്ടാക്കുക വെച്ചപ്പോഴാണ് വഴുതനങ്ങ എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അതായിട്ട് എപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൊരു വീഡിയോ ആണ് തൈരിട്ടിട്ട് വഴുതനങ്ങൻ്റെ ഒരു സംഭവം. അപ്പം ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. അതിനുള്ളൊരു അവസരം ഇപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് വഴുതനങ്ങ നല്ല തേച്ച് പിടിപ്പിച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഓയിലിലേക്ക് ഇട്ട് അത് പൊരിച്ചെടുക്കുമായിരുന്നു. അത് പൊരിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ തൈരിലേക്ക് ഇടുന്നൊരു സംഭവമാണല്ലോ അത്. അപ്പോൾ അതൊന്ന് എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത് ഉണ്ടാക്കി നോക്കുന്നത്. അത് ഈ തൈരിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ നമ്മൾ വറ്റൽമുളകും പിന്നെ കരിവേപ്പിൻ്റെ ഇട്ടിട്ടുള്ള അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി അതിലേക്കൊരു ഇത്തിരി മുളക് പൊടി ഇടണമായിരുന്നു. പക്ഷെ ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല. ഈ സംഭവം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഒന്നാമത് ഞാൻ ഉപയോഗിച്ച തൈര് പുളിയില്ലാത്തതായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പുളിയും എരിവൊക്കെ ഉള്ള സംഭവങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഇത്തിരി സുറുക്ക ഒഴിച്ചപ്പോൾ സംഭവം സെറ്റ് ഏകദേശം ഒരു ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു തക്കാളി മുളക് ഇട്ടത്. അതും ഉണ്ടാക്കി. പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മുളക് ചമ്മന്തി ഉണ്ടാക്കി. എനിക്ക് തക്കാളി മുളക് ഇട്ട പപ്പടവും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്, വേറെ ഒന്നും വേണ്ട എന്നുള്ള അഭിപ്രായമാണ്. അപ്പം ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കോള് വന്നുകൊണ്ട് മീൻ പൊരിച്ചതും മുളക് ചമ്മന്തി ഉണ്ടാക്കിയൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെയുള്ള പണി നമ്മുടെ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫുഡ് ഇങ്ങനെ ഉണ്ട് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.